ഡിഗ്രി പ്രിലിംസ് പരീക്ഷയിൽ 35 മാർക്കുണ്ട്, എനിക്ക് 36 മാർക്കുണ്ട്, അല്ലെങ്കിൽ 37 മാർക്കുണ്ട്. ഇങ്ങനെയൊക്കെ ഇപ്പോഴും ടെൻഷൻ അടിച്ച് ഞാൻ പരീക്ഷയ്ക്ക് പഠിക്കണോ എന്ന് വിചാരിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഡിഗ്രി പ്രിലിംസ് 2026 ഒരു 35 മാർക്ക് വാങ്ങിച്ചാൽ സേഫ് ആണോ? നമുക്കറിയാം 3 സ്റ്റേജുകളിലായിട്ട് നടന്ന പരീക്ഷയാണ്. ജൂൺ 6-നാണ് ഇതിൻ്റെ അവസാന ഘട്ടം നടന്നത്. അപ്പോൾ മാർക്കിലെ നോർമലൈസേഷനും കാര്യങ്ങളൊക്കെ കാണും പല സ്റ്റേജിലും. എങ്ങനെ ഇരുന്നാലും ഞാൻ ഈ 3 സ്റ്റേജുകളുടെയും കൂടെ കാര്യമാണ് പറയുന്നത്. 35 മാർക്ക് വാങ്ങിച്ചവർ സേഫ് ആണോ? ഉറപ്പായിട്ടും 35 മാർക്കിന് മുകളിലോട്ടുള്ളവർ എന്ത് ചെയ്യുക? മെയിൻസിന് പഠിച്ച് തുടങ്ങുക. ഇപ്പോൾ കണ്ടല്ലോ, റിസൾട്ട് ഇത്രയും ലാഗാക്കുകയാണ്. ഇനി കൃത്യം ഒരു മാസത്തിന് മുന്നേയൊക്കെ ആയിരിക്കും റിസൾട്ട് വരുന്നത് മെയിൻസ് പരീക്ഷയുടെ. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യുക പറ്റത്തില്ല. ഇനി അഥവാ നിങ്ങൾ ലിസ്റ്റിലുണ്ടെങ്കിൽ പോലും പെട്ടെന്ന് പഠിച്ച് ഈ ഒരു സിലബസ്, വളരെ വലിയൊരു സിലബസാണ്, തീർക്കാൻ പറ്റത്തില്ല. പിന്നെ അങ്ങോട്ടോട്ടം ഇങ്ങോട്ടോട്ടം ഇനി ഞാൻ എത്ര പഠിച്ചാലും തീരത്തില്ല എന്നൊരു രീതിയിലേക്ക് വരുമ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടെ ഡ്രോപ്പ് ചെയ്യുന്നു. ഇനി ഇപ്പോൾ അടുത്ത എക്സാമിന് നോക്കാം എന്ന് വിചാരിക്കുന്നത് തന്നെയാണ് എപ്പോഴും പറ്റുന്നത്. റിസൾട്ട് വരട്ടെ, അല്ലെങ്കിൽ എക്സാം ഡേറ്റ് വരട്ടെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇപ്പോൾ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിനൊക്കെ പ്രിപ്പയർ റിസൾട്ടും വന്നില്ല, എക്സാം ഡേറ്റും വന്നില്ല. ഒക്ടോബറിലും എക്സാം, അല്ലെങ്കിൽ നവംബറിലേ ഉള്ളൂ. അപ്പോൾ എക്സാം ഡേറ്റൊക്കെ വരുമ്പോഴത്തേനും, ഒരു ഊർജ്ജിതത്തോടെ വരുമ്പോഴത്തേനും കുറേ പേര് എന്ത് ചെയ്യും? ഒരുപാട് മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞ് കാണും. അപ്പോൾ ഞാൻ പറയുന്നത്, നമ്മൾ ഇതിനു മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒരു 38 മാർക്കുള്ളത് സേഫ് ആണോ എന്ന രീതിയിലൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുന്നു, ഇനിയും റിസൾട്ട് വരാത്ത ഈ ഒരു സാഹചര്യത്തിൽ ഒരു 35 മാർക്ക്, 36, 37, 38 ഈ ഒരു റേഞ്ചിലോട്ടൊക്കെ വന്നവരെന്ത് ചെയ്യുക? കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൻ്റെ മെയിൻസിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ ആരംഭിച്ചോളൂ. ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കിട്ടത്തില്ല. PSC ഉടനെ തന്നെ റിസൾട്ട് പ്രസിദ്ധീകരിച്ച് മെയിൻസ് പരീക്ഷ അതാത് ദിവസങ്ങളിൽ തന്നെ നടത്തും, പറഞ്ഞ ഡേറ്റിൽ തന്നെ നടത്തും. നവംബറിൽ എന്തായാലും കമ്പനി ബോർഡിൻ്റെ മെയിൻസ് കാണും. 35 മാർക്കുള്ളവർ ഒരിക്കലും യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിനോ അതുപോലെ നാഷണൽ സേവിങ്സിലെ പോസ്റ്റിനോ ഒന്നും തന്നെ ക്ലിയർ ചെയ്യാനുള്ള ചാൻസ് ഇല്ല. പക്ഷേ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിന് നിങ്ങൾ ഇതുവരെയും പ്രിപ്പറേഷൻ ആരംഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഉടനടി തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ നടത്തിക്കൊള്ളുക. എല്ലാവരും ഓരോ ദിവസവും കാത്തിരിക്കുന്ന കാര്യം, ഡിഗ്രി പ്രിലിംസ് 2026 റിസൾട്ട്. ഈ ആഴ്ച തന്നെ റിസൾട്ട് വരും, വന്നേ പറ്റൂ. ഇനിയും ഉദ്യോഗാർത്ഥികളെ ഇങ്ങനെ വിഷമിപ്പിക്കാനാണോ PSCയുടെ ഉദ്ദേശമെന്ന് നമുക്കറിയത്തില്ല. എത്രയോ മുന്നേ വരേണ്ട റിസൾട്ടായിരുന്നു. ഇനിയെങ്കിലും വന്നില്ലെങ്കിൽ ഈ ഒരാഴ്ചയ്ക്ക്, ഈ ഒരു ശനിയാഴ്ചയ്ക്ക് ഇടയ്ക്ക് ഓഗസ്റ്റ് 15-ന് അകത്ത് വെച്ചിട്ട് റിസൾട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ റിസൾട്ട് വരാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ പോയിട്ട് സമരം ചെയ്യേണ്ട അവസ്ഥയൊക്കെ വരും. കാരണം ഒരുപാട് ലാഗാക്കിയിരിക്കുകയാണ്. എത്രയും വേഗം തന്നെ PSC റിസൾട്ട് ഇടുന്നതാണ് വിശ്വസിക്കുന്നത്. അതായത് 2-3 ദിവസത്തിനകം തന്നെ റിസൾട്ട് വരും. പക്ഷേ റിസൾട്ട് വന്നില്ല എന്ന് പറഞ്ഞ് ഇവരെന്ത് ചെയ്യത്തില്ല? മെയിൻസ് എക്സാം കുറച്ച് പോസ്റ്റ്പോൺ ചെയ്യുകയോ ഒന്നും ചെയ്യത്തില്ല. കൃത്യസമയത്ത് തന്നെ എന്ത് ചെയ്യും? മെയിൻസ് എക്സാം നടത്തും. ഇങ്ങനെ റിസൾട്ട് ഇടാതിരിക്കുന്നത്, നിയമനങ്ങൾ നടത്താതിരിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ലാഗാക്കുന്നത്. പക്ഷേ എക്സാമിനുള്ള നോട്ടിഫിക്കേഷൻസ് ആയാലും അതുപോലെ എക്സാം നടത്തുന്നതായാലും എല്ലാം കറക്റ്റ് ടൈമിൽ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആർക്കും നിയമനം കിട്ടാതിരിക്കുന്നില്ല എന്നൊന്നും നമ്മൾ പറയുന്നില്ല. നല്ല മാർക്കിൽ വാങ്ങിച്ചവർക്ക് പല പോസ്റ്റുകളിലും എന്ത് കിട്ടുന്നുണ്ട്? നിയമനങ്ങൾ ലഭിക്കുന്നുണ്ട്. ചില പോസ്റ്റുകളുടെ കാര്യം മാത്രമാണ് ഇപ്പോൾ ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിനൊക്കെ നല്ല രീതിയിൽ എന്ത് ചെയ്യും? നിയമനം നടക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ പഠനം ആരംഭിച്ചു കൊള്ളുക. ഇനിയും ഒട്ടും വൈകിട്ടില്ല എന്ന് തന്നെ വിശ്വസിച്ചുകൊണ്ട് എന്ത് ചെയ്യുക? നിങ്ങൾ പ്രിപ്പറേഷൻ ആരംഭിക്കുക. നിങ്ങൾ ഇപ്പോൾ തുടങ്ങിയാൽ അത് തന്നെ വലിയ വിജയമാണ്. റിസൾട്ടൊക്കെ വരുന്നതിന് മുന്നേ പഠിച്ചു തുടങ്ങുന്നത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ഇനി എങ്ങനെ പഠിക്കും എന്നറിയാതെ ഈ 35 മാർക്ക് കിട്ടിയവർ ചിലപ്പം അവർ കുറച്ച് മാത്സ്, ഇംഗ്ലീഷ്, മലയാളമൊക്കെ പഠിച്ചിട്ട് അങ്ങനെ ഒരു മാർക്ക് നേടിയിരിക്കുന്നതായിരിക്കാം. ചിലപ്പം GK ടോപ്പിക്ക് പാടായിരിക്കാം. ചിലപ്പോൾ അവർക്ക് അറിയാവുന്ന ടോപ്പിക്കുകൾ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ച് പ്രിലിംസിൽ മാർക്ക് കിട്ടിയതായിരിക്കാം. മെയിൻസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേനും GK ടോപ്പിക്കിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കണം. കാരണം 10, 20, 30 മാർക്ക് മാത്രമേ എന്തിനു വരുന്നുള്ളൂ. ആകെ 30 മാർക്കാണ് മാത്സ്, ഇംഗ്ലീഷ്, മലയാളത്തിന് വരുന്നത്. അപ്പം ബാക്കി പോർഷനുകളെല്ലാം നമ്മുടെ GK കറണ്ട് അഫേഴ്സിനാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ സ്റ്റഡി പ്ലാനാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറയാനായിട്ട് പോകുന്നത്. സെൽഫ് സ്റ്റഡി ചെയ്യുന്നവർക്ക് വളരെ നല്ലൊരു സ്റ്റഡി പ്ലാൻ നമ്മളുടെ യൂട്യൂബിലൂടെയും ടെലിഗ്രാം ചാനലിലൂടെയാണ് മെയിനായിട്ട് നമ്മൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ നൽകുന്നത്. 90 ദിവസത്തെ സമഗ്രമായിട്ടുള്ള പഠനം. ഇതിനോടകം 15ാമത്തെ ദിവസം ആകാൻ പോവുകയാണ്. അപ്പോൾ 15 ദിവസങ്ങൾ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി സമയം കളയാനില്ല. നമ്മൾ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ്, വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പഠിക്കുന്നത്. അതുപോലെ ഏത് ഡിഗ്രി മെയിൻസ് പരീക്ഷ ലക്ഷ്യം വെക്കുന്നവർക്കും എന്ത് ചെയ്യാം? ഈ ഒരു സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യാം. സ്പെഷ്യൽ ടോപ്പിക്കൊക്കെ നമ്മൾ സമയാസമയം നൽകുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ കോമൺ ടോപ്പിക്കുകളാണ് പഠിച്ചു പോകുന്നത്. സ്പെഷ്യൽ ടോപ്പിക്കും നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ സ്റ്റഡി പ്ലാനിൽ വളരെ എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കണ്ടൻറ്റുകൾ തന്നെയാണ് കൊടുക്കുന്നത്. ഒരു ദിവസം
4 മണിക്കൂർ പഠിക്കുന്ന ഒരു ശരാശരി പഠിക്കാൻ കഴിയുന്ന ഒരു വിദ്യാർത്ഥിയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ ക്ലാസ്സുകളൊക്കെ നൽകുന്നത്. അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഫ്രീ ആയിട്ടുള്ള സ്റ്റഡി പ്ലാനാണ്, ടൈം ടേബിൾ തരും, അതുപോലെ ക്ലാസ്സുകൾ നൽകും, കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്, റിവിഷൻ ടെസ്റ്റ് എല്ലാം ഉണ്ട്. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ കൊടുത്തേക്കാം, ജോയിൻ ചെയ്യുക, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്